മുൻകരുതലുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നിയമങ്ങളിലൂടെ കർശനമാക്കിയിട്ടും സ്കൂൾ ബസ് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ജൂണിൽ കിളിമാനൂർ വെള്ളല്ലൂരിൽ സ്കൂൾ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 18 കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. ജനുവരിയിൽ മടവൂരിൽ സ്കൂൾ ബസ്സിൽ വന്നിറങ്ങിയ കുട്ടി അതേ ബസ് കയറി മരിച്ചു. തിങ്കളാഴ്ച വട്ടിയൂർക്കാവ് സെന്റ് സാന്താൾ സ്കൂളിന് മുന്നിലെത്തിയ ശേഷം തിരിക്കാൻ ശ്രമിക്കവേ ബസ് സമീപത്തെ കുഴിയിലേക്കും മറിയുകയായിരുന്നു. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ കാലാകാലങ്ങളിൽ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഇവ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പിന്നീട് പരിശോധനകൾ നടക്കാറില്ല. സ്കൂൾ തുറക്കുന്ന സമയത്ത് ആദ്യ ദിവസങ്ങൾ മാത്രമാണ് ചില പരിശോധനകൾ നടക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളെ എത്തിക്കുന്നത് സ്കൂളുകളുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളിൽ മാത്രമല്ല, ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇവയിൽ പലതും നിയമാനുസൃതമായല്ല ഓടുന്നത്. അനുവദനീയമായതിലും അധികം കുട്ടികളെ കയറ്റിയാണ് ചില വാഹനങ്ങളുടെ യാത്ര. മിക്കപ്പോഴും ഇത് റോഡിൽ നിത്യകാഴ്ചയാണ്. കുട്ടികളുടെ ബാഗ് തുടങ്ങിയവ കൂടിയാകുമ്പോൾ വാഹനത്തിൽ വഹിക്കാൻ കഴിയുന്നതിൻ്റെ ഇരട്ടിയിലധികം ഭാരം ഉണ്ടാവുകയും അത് അപകടത്തിൽ കലാശിക്കുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ട്.